അറിയൂന്ന് ഞാൻ പറയുന്ന നേതൃത്വത്തിന് അറിയുമെന്ന് കഴിവുള്ള ആൾക്കാർ ആരാന്ന് അവരെ നോക്കിയിട്ട് മത്സരിപ്പിക്കും. എനിക്കറിയോ, അത് നിങ്ങളല്ലേ നോക്കണ്ടേ. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവുന്നുള്ള ഉറപ്പുണ്ടോ? അത് സതീഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, VD സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയും പ്രാതിനിധ്യം ഉണ്ടാകുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയ ക്ഷമയെ പോലെ ഒരാളെ അവഗണിക്കും തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ പാർട്ടി എന്താ തീരുമാനം എടുക്കുന്നു അതിന്റെ ഒക്കെ ഉണ്ടാവും. ദേശീയ തലത്തിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു പാർട്ടി എന്താ പറയുന്നത്, എത്ര ആൾക്കാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്, ദേശീയ രാഷ്ട്രീയത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോയി. നിങ്ങൾ രാഷ്ട്രീയം ചെയ്യുമ്പോൾ അതൊന്നും നോക്കലില്ലല്ലോ. ജനങ്ങളെ സേവനത്തിന് വന്നതാ. ഒരു ജനങ്ങളെ സേവനം എവിടെയാ ചെയ്യുന്ന പാർട്ടി പറയും, അത് ഞങ്ങൾ പാലിക്കണം, അത്ര തന്നെ. മത്സരിക്കട്ടെ, സുധാകരൻ നല്ലതല്ലേ, നമ്മൾ ഏറ്റവും വലിയ മുതിർന്ന നേതാവല്ലേ കണ്ണൂര്. അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഞാൻ എന്നെ പറ്റിയിട്ടാ പറയണ്ടേ. എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കണം, നേതാക്കളോട് ചോദിക്കണം. ഈ ചോദ്യം നിങ്ങൾ നേതാക്കളോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കണ്ടേ. എനിക്ക് എന്നെ പറ്റി പറയാൻ പറ്റില്ല. പരിഗണിക്കുന്നില്ല എന്നൊരു അമർഷം മനസ്സിലുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു അമർഷനൊന്നും എന്റെ മനസ്സിലില്ല. പരിഗണിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? അത് നിങ്ങൾ അവരോട് ചോദിക്കണം, എന്നോടല്ല. മാഡം വളരെ പ്രതീക്ഷയോടെ ഈ കേരള ഹൗസിൽ വരുന്നതായിട്ടാണ് ഞാനൊരു കാര്യം പറയാം. എന്റെ KPCC പ്രസിഡന്റ്, എന്റെ പ്രതിപക്ഷ നേതാവ്, അപ്പോൾ അവരുണ്ടാവുമ്പോൾ നമ്മൾ കാണാൻ സ്വാഭാവികമായിട്ട് കുറെ പേരുണ്ട് ഇവിടെ. KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്, അവരോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണമല്ലോ. പക്ഷെ എന്റെ ഇതില് സ്ത്രീകളെ എന്തായാലും പരിഗണിക്കണം പാർട്ടി. അത് ഒരു കാര്യം.